കാര്യം വെച്ചാൽ എത്രയേ ഉള്ളൂ, അത്രയേ പറയാനുള്ളൂ. ഞാൻ ഉപയോഗിച്ച ഫെലോഷിപ്പ് എന്നുള്ള വാക്ക് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് അതിന് വലിയ പ്രസക്തിയില്ല. എന്തുകൊണ്ടാണ്? ജനനം, മരണം, കല്യാണം, അടിയന്തരം, ഇനി എന്ത് പരിപാടി എടുത്തോ ഫെലോഷിപ്പ് ഇല്ലാത്ത ഒരു പരിപാടി നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു വലിയ പ്രത്യേകതയൊന്നുമല്ല, മനസ്സിലായില്ലേ? പക്ഷേ ഈ ക്ലബുകൾ അമേരിക്കയിൽ 1905 ഞാൻ പറയുന്നത് സാമൂഹ്യ സേവനം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി അന്ന് അവിടെ അമേരിക്കയിൽ ഇറങ്ങി പ്രവർത്തിച്ച 4 പേർ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് റോട്ടറി. പിന്നീട് റോട്ടറി ഇന്റർനാഷണൽ ആയിട്ട് രൂപാന്തരപ്പെട്ട് ഇന്ന് നമ്മൾ 125 വർഷം അല്ലെങ്കിൽ 130 വർഷം പിന്നിടുമ്പോൾ 200-ലധികം രാജ്യങ്ങളിൽ 9,000-ലധികം ക്ലബുകളിലായിട്ട് 14 ലക്ഷം സാമൂഹ്യ സേവന പ്രവർത്തകർ പ്രവർത്തിക്കുന്ന, നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരവരുടെ നാടിന് വേണ്ടിയിട്ട് ലോകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ തൃശ്ശൂരിലെ ശാഖയാണ് റോട്ടറി ക്ലബ് ഓഫ് തൃശ്ശൂർ. അത്രയെങ്കിലും ഇത് ക്ലിയറായാലും ഒറ്റ വാക്കിൽ ഞാൻ റോട്ടറി ഇന്റർനാഷണൽ എന്താണ്, റോട്ടറി എന്താണെന്ന് ഞാൻ പറയും. ഇനി എന്താണ് ഈ റോട്ടറി ചെയ്യുന്നതെന്ന് കൂടി പറയാം. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങളൊക്കെ റോട്ടറി ക്ലബിലുള്ള അംഗങ്ങളെന്ന രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് 7 മേഖലകളിലാണ് ഞങ്ങൾ പ്രവർത്തിക്കാറുള്ളത്. അതായത് ഏരിയ ഓഫ് ഫോക്കസ് എന്നാണ് എനിക്ക് പറയുന്നത്. 7 മേഖലകൾ. 7 മേഖലകൾ എന്താണെന്ന് കൂടി അറിയാം. അതെല്ലാം കോവിഡാണ്. ആദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പീസ് ബിൽഡിംഗ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങളെ മേയറെ ഇവിടെ വിളിച്ചത്. മേയർക്ക് ഇങ്ങനെ ഒരു ആദരം നൽകിയത്. കാര്യം വെച്ചാൽ പീസ് ബിൽഡിംഗ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന്റെ കീഴിലാണ് റോട്ടറി UN-മായി ചേർന്ന് വായിക്കുന്നത്. നിങ്ങൾക്കറിയാം എത്രമാത്രം രാജ്യങ്ങളിൽ ഇന്ന് യുദ്ധം നടക്കുന്നു, അല്ലേ? അവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മാധ്യമങ്ങളിൽ കൂടെ അറിയാവുള്ളൂ. നമ്മൾ അവിടെ പോയി നോക്കിയാൽ ഹിന്ദുക്കളും മുസ്ലിംസും അല്ലെ ക്രിസ്ത്യാനികളും മറ്റു പല വിഭാഗക്കാരും ഉണ്ടാവാം. ഇതാണല്ലോ മെജോറിറ്റി. ഇത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒത്തൊരുമയുടെയും ചേർന്ന് ജീവിക്കുന്ന മറ്റൊരു സ്ഥലമില്ല. അല്ലെങ്കിൽ ലോകത്തിലുള്ള അതുപോലെ പല സിറ്റികളും തിരഞ്ഞെടുത്തു. അതിലൊന്ന് ഇന്ത്യയിൽ കേരളത്തിലെ ഈ കൊച്ചു തൃശ്ശൂരിനെ തിരഞ്ഞെടുത്തെങ്കിൽ അപ്പൊ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, അല്ലെ? അപ്പൊ അതിൽ റോട്ടറിക്ക് ഒരു പങ്കുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച രാഹുൽ ചാലിനും വലിയൊരു നന്ദി പറയാം. മേയറുമായി ചേർന്ന് പ്രവർത്തിച്ച് നമുക്ക് നേടിയിട്ട് തരാൻ കഴിയും കേട്ടോ. അതിന് വലിയൊരു പബ്ലിസിറ്റി കിട്ടിയില്ല, പക്ഷെ അതാണ് വാസ്തവം. അപ്പൊ ഒരു മേഖല അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ മേഖല വാട്ടർ, ഹൈജീൻ, സാനിറ്റേഷൻ. അല്ലെ, പലയിടത്തും കുടിവെള്ളം പോലും ഇല്ല. നമുക്കറിയാം, നമ്മൾ കുറച്ച് തൃശ്ശൂർ പോലും പലയിടത്തും കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളുണ്ട്, അല്ലെ? ഒരു അറിഞ്ഞുകൂടാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും. പലർക്കും ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവാം. ഈ പോളിയോ ഇപ്പൊ ഈ മാസം നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മാസം നവംബർ 4 ഒക്ടോബർ മാസം പോളിയോ ദിനാചരണം വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടു. തുള്ളിമരുന്നു. ഇന്നും റോട്ടറിയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകുന്നത്. $2.1 ബില്യൺ ഇതിനകം ഈ പോളിയോ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് റോട്ടറി ചെലവഴിച്ചു കഴിഞ്ഞു. പിന്നീട് അതിനോടുകൂടി റോട്ടറി തുടങ്ങിയ ആ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് പലരും അതിനോടുകൂടി ചേർന്നു. പല സംഘടനകളും UN-ഉം അമേരിക്കയിലെ ഡിസീസ് പ്രിവെൻഷൻ കൺട്രോൾ എല്ലാവരും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ മേഖലയിലും ഒരുപാട് റോട്ടറി കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഒരു മനസ്സിലുള്ളത് നിങ്ങൾക്ക് ഒന്ന് മാറ്റിത്തരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണം മേയർ ഇരിക്കുമ്പോൾ പറയേണ്ടതായിരുന്നു. മേയറും ഞങ്ങളുടെ തന്നെ ഒരു പാസ്റ്റ് പ്രസിഡന്റായ ലക്ഷ്മണൻ രാജശേഖരൻ നായരുടെ പ്രസിഡൻസി കാലഘട്ടത്തിൽ ഞങ്ങൾ കോവിഡ് സമയത്ത് ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അന്ന് ഇവിടെ മിക്ക മേയറുടെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരം ഇവിടുത്തെ ക്യാമ്പുകളിൽ മുഴുവൻ ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾ ആഹാരം കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകനായ ജെയിംസ് ചേട്ടനും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. പിന്നെ ഒരു വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിൽ, അത് മേയറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ബ്ലഡ് ബാങ്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഡിസ്കഷൻ വന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് റോട്ടറി ക്ലബ് ഓഫ് തൃശ്ശൂരിന്റെ കൂടി സഹായത്തോടു കൂടി ചെയ്തതാണ്. ഇപ്പോഴത്തെ എനിക്ക് പറയാനാണെങ്കിൽ പ്രോജക്റ്റുകൾ ഒരുപാട് പറയാൻ കഴിയും. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് പറയാം, അതുകൂടി പറഞ്ഞാൽ അത് ചുരുക്കാം. കഴിഞ്ഞ വർഷം 2025-26 അതിനും ചുക്കാൻ പിടിച്ചത് അദ്ദേഹം തന്നെയാണ്. ലക്ഷ്മണൻ രാജശേഖരൻ സാറിനാണ്. ഞങ്ങൾക്ക് 500 പേർക്ക് ആർട്ടിഫിഷ്യൽ ലിംസ് കൊടുക്കാൻ സാധിച്ചു. 500 പേർക്ക്. തൃശ്ശൂർ 500 പേര് കിട്ടാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തൃശ്ശൂർ,
ഒറ്റപ്പാലം, മൂവാറ്റുപുഴ, എറണാകുളം, കോയമ്പത്തൂർ ഇങ്ങനെ വിഭജിച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി 500 പേര് കഴിഞ്ഞു ഓൾറെഡി 500 പേർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനിയും റിക്വസ്റ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ അറിയാതെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും പലപ്പോഴും പത്രത്തിൽ വരാറില്ല. അത് ഈ മനോരമക്കാരത്തൊക്കെ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യണം. കൊടുത്താലും ചിലപ്പോൾ ഇടാറില്ല. സോറി മനോജ്, ഇറ്റ്സ് എ ഫാക്ട്. എൻ്റെ ഒരുപാട് വാർത്തകളൊന്നും കിട്ടുന്നില്ല. അപ്പം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ 1960 പ്രവർത്തനം ആരംഭിച്ച ക്ലബ്ബാണ്. അത് കേരളത്തിലെ 3ാമത്തെ റോട്ടറി ക്ലബ്ബാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശ്ശൂർ. മനസ്സിലായി? കേരളത്തിൽ വളരെ പ്രഗത്ഭരായ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പല വലിയ വലിയ തൃശ്ശൂരിലെ ബിസിനസ്സുകാരും ഒക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സുകാരെന്ന് ഞാൻ ക്ലാസ്സുള്ളവർക്ക് ഈ ക്ലബ്ബ് പറ്റുള്ളൂ എന്ന് പറയാൻ അങ്ങനെ ഒരു ധാരണ എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന ക്ലബ്ബുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെ പ്രോജക്റ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ആരും ഫണ്ട് തരുന്നില്ല. ഞങ്ങളുടെ ക്ലബിലെ അംഗങ്ങളിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന തുക ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഒരു വരായേ ഇല്ല, അങ്ങോട്ട് പോക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ക്ലബുകളിൽ, പ്രത്യേകിച്ച് റോട്ടറിയിൽ, വളരെ സ്ക്രീനിങ്ങോട് കൂടിയ ആളുകൾ എടുക്കാറുള്ളൂ. വെറുതെ നിങ്ങൾ വന്ന് ഞാൻ നാളെ ചേരുകയാണ് എന്ന് പറഞ്ഞാൽ ചേർക്കാറില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പക്ഷേ വീട്ടിട്ട് പോകും. കഴിച്ചാൽ ഇത് ഞാൻ പറയേ ഇങ്ങോട്ട് വരായില്ല, അങ്ങോട്ട് കാശ് വയ്ക്കുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമില്ലല്ലോ അല്ലേ? നമുക്ക് നിക്ഷേപത്തിലും അത് തന്നെയല്ലേ, ഇങ്ങോട്ട് കിട്ടുമ്പോൾ വലിയ സന്തോഷം, പോകുമ്പോഴും ഇല്ല. അതുപോലെ തന്നെയാണ്. അപ്പൊ അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എങ്ങനെ സംഘടനകൾ പ്രവർത്തിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ക്ലബിന് അത്രയും പാരമ്പര്യമുണ്ട്. തൃശ്ശൂരിൽ 65 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ തൃശ്ശൂരിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ക്ലബ്ബുകളിൽ, ഈ ക്ലബ്ബുകളിലേക്ക്, ഈ റോട്ടറി ക്ലബ് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്താൻ സമ്മതിച്ചെന്തുകൊണ്ടാണെന്ന് അറിയും നിങ്ങൾ? ഞാനൊരു ഓഹരി വലിയ നിക്ഷേപമാണെന്ന് അല്ലാണ്ട് നിങ്ങളൊക്കെ പലരെ എക്സ്പെർട്ട് ഇരിപ്പുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞ വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം. ഞാനൊന്ന് പരീക്ഷിച്ചു, പാളി പോയി. ഞാൻ വിചാരിച്ചു എന്തിന് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകും, അതുകൊണ്ട് ഞാൻ മിണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റുകളൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഞാനും വന്നത്. ഓക്കെ, പക്ഷേ എന്തുകൊണ്ട് റോട്ടറി നടത്തിയെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഈ ക്ലബ്ബ് എന്തുകൊണ്ട് ഇത് നടത്തുന്നു, അതിന് സമ്മതിച്ചു, ഇവിടെ ഈ പരിപാടി നടത്തുന്നു, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സെമിനാർ വഴിയോ അല്ലാതെയോ നിങ്ങൾ ഒരുപാട് കാശ് ഉണ്ടാക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിലെ ഒരു ചെറിയ പങ്ക്, അതിൽ കിട്ടുന്ന ലാഭം നഷ്ടത്തിൽ വേണം, ലാഭത്തിൽ ഒരു ചെറിയ പങ്ക് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായിട്ട്, ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ. ഞാൻ ഈ ക്ലബിൽ എന്തിനാണ് ചേർന്നതെന്ന് പറയും. ഞാൻ 4 വർഷം മുമ്പാണ് ഈ ക്ലബിൽ ചേർന്നത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്, എന്നെ പലരും നിങ്ങൾ ചെയ്യാറുണ്ടാവും, ഒറ്റയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലേ. ഒരു 5000 രൂപ ചിലവാക്കി, ഒരു 10000 രൂപയുടെ ചിലവാക്കി. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 1 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഒരു 2 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും? ഇല്ല. അവിടെയാണ് കൂട്ടായ്മയുടെ ശക്തി. അപ്പൊ ഞാൻ ഈ ക്ലബിൽ ചേർന്നത് അത്തരത്തിൽ ഒരു കൂട്ടായിട്ട് നമുക്ക് സാമൂഹ്യ സേവനം ചെയ്യാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിലാണ് ഞാൻ ക്ലബിൽ. അപ്പം പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് സംഭാവനകൾ നൽകുന്നു. അത് നിർബന്ധങ്ങളൊന്നുമില്ല. ചിലപ്പോൾ തരാത്തവരുണ്ടാവാം, എല്ലാ പ്രോജക്റ്റും എല്ലാം തരില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്യാവശ്യം ഇതിലിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ പ്ലീസ് യു ആർ വെൽക്കം ടു ജോയിൻ അവർ ക്ലബ്. ഞങ്ങളുടെ കൂടിയോ എന്നോട് കൂടിയോ എൻ്റെ കൂടെയുള്ള എന്നെക്കാളും സീനിയറായിട്ടുള്ള പല സഹപ്രവർത്തകരുണ്ട്, അവരോട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു സെമിനാർ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും പറഞ്ഞു തരാൻ സതീഷും രൂപേനോനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.